തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാതോർത്ത് സംസ്ഥാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ ശേഷിക്കെ അവസാനവട്ട കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ വിജയം ആർക്കെന്നതാണ് സസ്പെൻസ്. എന്തായാലും വോട്ടെണ്ണൽ നാളെ രാവിലെ ആരംഭിക്കും. വോട്ടെണ്ണലിന്റെ പൂർണ്ണ ഫലം ഉച്ചയോടെ ലഭ്യമാക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, ഗുഡ് മോർണിംഗ്. വീണ, നാളെ ഇപ്പോൾ മുൾമുനയിലാണ് മുന്നണികളൊക്കെ. നാളെ ഈ ഫലം വരികയാണ്. എപ്പോഴാകും ആദ്യ സൂചന വന്നു തുടങ്ങുക വീണ? അശ്വതി, നാളെ രാവിലെ 8 മണി മുതലായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ചില സൂചനകൾ ലഭ്യമാകുമെന്നുള്ളതാണ്. എന്നാൽ ഉച്ചയോടുകൂടി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ തദ്ദേശം ആര് ഭരിക്കുമെന്നുള്ള, ഇനി നഗരസഭകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ആര് ഭരിക്കുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വലിയൊരു പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വയ്ക്കുന്നതാണ് നഗരസഭയിലെ ഈ ഒരു വിജയത്തെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ ആദ്യം തന്നെ വളരെ വേഗത്തിലും സൂക്ഷ്മതയോടുകൂടിയും ജനങ്ങൾക്കിടയിലും നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കവർച്ചാ വിഷയം, ശബരിമല വിഷയമൊക്കെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും വോട്ടർമാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ തന്നെ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിനെ വലയ്ക്കുന്നതാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രതിച്ഛായ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വോട്ടർമാരുടെ മനസ്സിലടക്കം ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കകളുണ്ട്. മറുപക്ഷം നമ്മൾ ബി.ജെ.പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷമായിരിക്കുമ്പോൾ തന്നെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് ഈ ലാപ്ടോപ്പ് തട്ടിപ്പ്, അതുപോലെ തന്നെ പൊങ്കാല കലങ്ങളിലുണ്ടായ തട്ടിപ്പ്, അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ കോർപ്പറേഷൻ ഭാഗത്ത് നടന്ന നിരവധി വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുകയും ബി.ജെ.പി ഭരിച്ച ഇടങ്ങളിലെല്ലാം ജനകീയ വിഷയങ്ങളും വികസന പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വിഭിന്ന പ്രായത്തിലുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ബി.ജെ.പി ചില ആശയങ്ങൾ, അതായത് പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്ന, അതായത് അത് പ്രാബല്യത്തിലാക്കുമെന്ന് ഉറപ്പുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ബി.ജെ.പി അധികാരത്തിലേറുമ്പോൾ 48-ാം ദിവസം റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് പ്രഖ്യാപിക്കാനെത്തുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് എൻ.ഡി.എ മുന്നണി. നാളെ ഒരു സമയമാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവേശങ്ങൾ, വിഷയങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവാണ്. 74% ഇപ്പോൾ സംസ്ഥാനത്തെ നമ്മൾ പൊതുവിലായി നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനമുള്ളത്. കഴിഞ്ഞ 15 വർഷമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള ജനകീയ വിഷയം, ഇപ്പം നിലനിൽക്കുന്ന സമകാലിക വിഷയങ്ങളാണോ തിരിച്ചടിയായതെന്നുള്ള ആശങ്കകളും മുന്നണികൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല. നാളെ 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണുക. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ജന TV പ്രേക്ഷകരിലെത്തിക്കും. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കൂടിയാണ്. നഗരസഭ കൂടാതെ തന്നെ അതായത് ജില്ല, ബ്ലോക്ക്, അത്തരത്തിലുള്ള ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യ മണിക്കൂറിൽ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഇതുപോലെ തന്നെ വലിയ മുന്നേറ്റം എൻ.ഡി.എ വരുത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ജനകീയ പദ്ധതികൾ, ജനവികസന പദ്ധതികൾ അത് സംസ്ഥാനത്തും പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള 5 വർഷം നമുക്ക് കാണാൻ സാധിക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അതിനുള്ള ആശങ്കകളും മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിജയ സാധ്യതകൾ, ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലെ പരാജയ സാധ്യതകൾ നിയമസഭയിലും അത് വിലയിരുത്തുമെന്നുള്ള ചില ആശങ്കകൾ കൂടി ഈ മുന്നണികളെ അലട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് വലിയ തരത്തിലുള്ളൊരു വിവരങ്ങൾ, അതായത് തീർച്ചയായും വീണ, സ്ഥാനാർത്ഥികൾ ഉറപ്പ് നൽകുന്നത് പോലെയാണ് നമ്മുടെ റിപ്പോർട്ടർ വീണയും ഉറപ്പ് നൽകുന്നത്. അതായത് നാളെ എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തലസ്ഥാനത്ത് ഒരു വാർത്തകൾ പോലും വിടാതെ എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നാണ് വീണയുടെ ഗ്യാരണ്ടി. നമുക്ക്